ഞാനും ശ്രീയും ലിൻഡേച്ചും കൂടി ഇന്നൊരു കുഞ്ഞു ഷോപ്പിങ്ങിന് പോവാണ്. ലിൻഡേച്ച ആണെങ്കിൽ വിഷു സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി മാക്കിൾസ് ഫീൽഡിൽ നിന്ന് വന്നതാ. അപ്പൊ ലിൻഡേച്ചക്ക് ഇവിടെ അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാനും ശ്രീയും ഓൾറെഡി പുറത്ത് ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി നിൽക്കായിരുന്നു. എന്നാ പിന്നെ മൂന്നാൾക്ക് ഒരുമിച്ച് പോവാന്ന് വിചാരിച്ചു. പോവാൻ നേരം നല്ല ക്ലൗഡി ആയിരുന്നു പുറത്ത്. ഇപ്പൊ മഴ പെയ്യുന്നില്ല രീതിയിലായിരുന്നു. അങ്ങനെ നമ്മൾ ബസ്സും കിട്ടി, ബസ്സിലങ്ങ് കയറിയിരുന്നു. പുറത്ത് നല്ല മഴയാണ്. അപ്പൊ എനിക്കറിയില്ല, മഴ വരുമ്പോ എന്തോരം സങ്കടം. ഇതെല്ലാവർക്കും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇതുപോലെ മഴ വരുമ്പോൾ സങ്കടമില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. എന്താണെന്നറിയില്ല, മഴ വരുമ്പോൾ ഒരു പ്രത്യേകതരം സങ്കടം, വീട്ടിൽ പോകാൻ അങ്ങനത്തെ ഒരു തോന്നും. ഇതുപോലെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് മാത്രമാണോ എന്ന് അറിയാനാ, ഞാൻ മാത്രമാണോ മഴ വരുമ്പോൾ സങ്കടപ്പെടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഫസ്റ്റ് ബസ് കയറിയത് ഇറങ്ങാനായി. പുറത്തിറങ്ങാനേ ഒട്ടും തോന്നുന്നുണ്ടായിട്ടാ. പിന്നെ എന്ത് ചെയ്യാൻ, എന്തായാലും ഇനി കുളിച്ചിറങ്ങാന്ന് വിചാരിച്ചു. നമ്മൾ നമ്മളിത് രണ്ടാമത്തെ ബസ് കയറി ഓടി പോയി. അപ്പൊ നമ്മൾ എവിടെ പോകുന്നത് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് നേരെ പോകുന്നത് വൺ സ്റ്റോപ്പിലേക്കാണ്. അവിടെ കുറേ എന്താ ഷോപ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ എല്ലായിടത്തും പോയിട്ട് സാധിച്ചു. രണ്ടാമത്തെ ബസ് കയറിയതും നല്ല രീതിക്ക് തന്നെ മഴ പെയ്യാൻ വേണ്ടി തുടങ്ങി. നല്ല തണുപ്പായിരുന്നു. നമ്മൾ ലൊക്കേഷൻ എത്തിയപ്പാട് ഏകദേശം മഴ അങ്ങ് കുറഞ്ഞു. നമ്മൾ വൺ സ്റ്റോപ്പ് എത്തിയപ്പാട് ഫസ്റ്റ് പോയത് ഒരു പെർഫ്യൂം ഷോപ്പിലായിരുന്നു. ആൻഡ് അവിടെ നല്ല നല്ല അടിപൊളി ബ്രാൻഡഡ് സാധനങ്ങൾ കിട്ടും, വിച്ച് എക്സ്പോർട്ടഡ് ഫ്രം ദുബായ് ആൻഡ് ഖത്തർ. പിന്നെ നല്ല അടിപൊളി അത്തറും കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ന്യൂ ലുക്കിലായിരുന്നു. അവിടെ ക്ലിയറൻസ് നടക്കായിരുന്നു. പിന്നെ സമ്മർ സീസൺ ആയിട്ട് മൊത്തം സമ്മർ ക്ലോത്ത്സ് ആയിരുന്നു. നമ്മളാണെങ്കിൽ നെക്സ്റ്റ് വീക്ക് ഒരു കുഞ്ഞ് ട്രിപ്പിന് പോകുന്നുണ്ട്. അപ്പൊ അതിനുള്ള ഡ്രസ്സ് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കായിരുന്നു. ഈ ഒരു ലെതർ സ്കേർട്ട് ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബട്ട് എന്തേന്നറിയില്ല, ഞാനത് വാങ്ങിച്ചിട്ടാ. അങ്ങനെ ഈ ഒരു കുറച്ച് സാധനങ്ങളാണ് വാങ്ങിച്ചത്. അപ്പൊ എന്തൊക്കെയാ വാങ്ങിച്ചതെന്ന് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടും. അപ്പൊ എല്ലാവരും അത് കാണണേ. ഈ ഒരു കവറ് നിറയെ സാധനങ്ങളാണ് ഞാൻ ശ്രീയും വാങ്ങിച്ചത്. ഇത് കണ്ടിട്ടാകുമ്പോൾ സത്യം പറഞ്ഞാൽ ലിൻഡേച്ച് നെട്ടിപ്പോയി. ലിൻഡേച്ച് ചോദിച്ചു, ഇത്രയും സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചോന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഏകദേശം നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ല സണ്ണി ആയിരുന്നു. ഞാനതങ്ങ് ആസ്വദിച്ച് ഏറ്റവും കൂടുതൽ സൺലൈറ്റ് കിട്ടുന്നിടത്ത് ഞാനിരുന്നേ. അവർക്ക് വെയില് വേണ്ടാന്ന്, അവർക്ക് വെയില് വേണ്ടാന്ന് ഞാൻ വിട്ടു കൊടുക്കും. ഞാൻ ഇടയിലിരുന്നു. എനിക്കിഷ്ടം, എനിക്ക് വെയിലും ഭയങ്കര ഇഷ്ടം. എന്താണെന്നറിയില്ല, വെയിൽ വരുമ്പോൾ എനിക്ക് പ്രത്യേക സന്തോഷം. അത് നാട്ടിൽ നിന്ന് അങ്ങനെയാണ് കേട്ടോ. മഴ പെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. നമുക്ക് നന്നായിട്ട് വിഷമം. നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നത് KFC കഴിക്കാനാണ്. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ശ്രീ പറഞ്ഞു, ഞാൻ ഫുഡ് എടുത്ത് താഴോട്ട് വരാം, നിങ്ങൾ നേരെ താഴെ പൊക്കോ പറഞ്ഞു. നമുക്ക് മൂന്നുപേർക്കും നല്ല വിശപ്പായിരുന്നു. അങ്ങനെ ബക്കറ്റ് ചിക്കൻ തന്നെ വാങ്ങിച്ചു. പിന്നെ ഇന്ന് കിട്ടിയ ഫ്രൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിലാണെങ്കിൽ നമ്മളെ പെപ്പർ പൗഡറും സോൾട്ടും എല്ലാം നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ വയറ് നിറച്ചും ഫുഡ് കഴിച്ചു. ഫുഡെല്ലാം കഴിച്ചിട്ട് ഒരു ടച്ചപ്പ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് പ്രൈമാർക്കിലോട്ടാണ്. അടുത്ത ഡ്രസ്സ് വാങ്ങിക്കൽ സെക്ഷൻ. അപ്പോൾ ഇവിടെ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പുറത്തുനിന്ന് ചെറിയൊരു ന്യൂസ് കിട്ടി. അങ്ങനെ നമ്മൾ പോയി. പ്രൈമാർക്കിലോട്ട് കയറിയതേയുള്ളൂ. ദേ നമ്മൾ ഇറക്കി. അങ്ങനെ കുറച്ചു നേരം നമ്മൾ മൂന്നേരും ഇറിക്കിനോട് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ഇറക്കി പോയി. പിന്നെ എൻ്റെ കയ്യിലെ ജീൻസൊക്കെ ആണെങ്കിൽ മൊത്തം ചീത്തയപ്പോൾ. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് ഫസ്റ്റ് ജീൻസിൻ്റെ സെക്ഷനിൽ തന്നെ പോവാം. എവിടെ പോയാലും എൻ്റെ ഒരു സൈസിലുള്ള ജീൻസ് എനിക്ക് കിട്ടാറില്ല. ബട്ട് അവിടെ നിന്ന് ഒരു 3 കിട്ടി. അതിനി ട്രയൽ ചെയ്ത് നോക്കണത്രേ. അവിടെ ആണെങ്കിൽ മൊത്തം സമ്മർ കളക്ഷൻസ് ആയിരുന്നു. നമ്മൾ ബീച്ച് വിയേഴ്സ് ഒക്കെ ആയിരുന്നു. അങ്ങനെ തപ്പിക്കൂട്ടി ഈ ഒരു ബാസ്ക്കറ്റ് നിറയെ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു. ഇനി അത് ട്രയൽ ചെയ്ത് നോക്കണം അത്രേ.
അങ്ങനെ ലിൻഡേച്ചും ശ്രീയും ഫസ്റ്റ് ട്രയൽ ചെയ്യാൻ വേണ്ടി പോയി. എനിക്ക് ആകെ കുറച്ച് ഡ്രസ്സ് മാത്രമേ നോക്കാനുണ്ടായിട്ടു. അപ്പം എൻ്റെ സൈസിനനുസരിച്ചിട്ട് നല്ല അടിപൊളി ജീൻസ് തന്നെ എനിക്ക് കിട്ടി. കുറേ സാധനം എടുത്തിനെങ്കിലും ഇത്ര സാധനം മാത്രമേ നമുക്ക് ഇഷ്ടമായിട്ടുള്ളൂ. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ഷോപ്പിൽ നിന്ന് ഇറങ്ങിയത് നമ്മളാണ്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പാട് ലിൻഡേച്ചിയുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോയി. ഞാനും ശ്രീയും നേരെ വീട്ടിലോട്ടും പോയി. ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി വീട്ടിലേക്ക് എത്തി. ഷോപ്പിങ്ങിന് ശേഷം എല്ലാ ഷോപ്പിങ്ങിന് ശേഷം ഫൈനലി നമ്മൾ വീട്ടിലേക്ക് എത്തി. ഏകദേശം നൈറ്റ് 10 o'clock ആയി. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ. ലവ് യു ഓൾ.